മലങ്കര ഓർത്തഡോക്സ് സഭാ സ്ഥാനികൾ സീസറിൻ്റെ ഭാര്യയെപ്പോലെ സംശയത്തിന് അതീതയായിരിക്കണം. ഏതെങ്കിലും വാട്സപ്പ് ഗ്രൂപ്പിൻ്റെയോ ഫാൻസുകാരുടെ സോഷ്യൽ മീഡിയയുടെ അഡ്മിൻ ആയിരിക്കാനോ സഭയുടെ ഔദ്യോഗിക കാര്യങ്ങളും തീരുമാനങ്ങളും അവരുടെ സോഷ്യൽ മീഡിയ പേജുകളിൽ വാർത്തയാക്കാൻ എത്തിച്ചു കൊടുക്കുന്നതുമല്ല നിങ്ങളെ സഭാമക്കൾ ഏൽപ്പിച്ചിരിക്കുന്ന ദൗത്യം. ആദ്യം ഈ സാക്ഷ്യമൊന്ന് കേൾക്കാം. ഈ ഇന്ത്യൻ ഓർത്തഡോക്സ് സഭാ മീഡിയ വിങ്ങിൻ്റെ ഈ ചെറിയൊരു ഗ്രൂപ്പിൻ്റെ അകത്ത് നമ്മൾ വിരലിലെണ്ണാവുന്ന ആൾക്കാർ മാത്രമേ ഉള്ളൂ. ഇതിൻ്റെ അകത്ത് ഇവിടെയെങ്കിലും നമുക്ക് പറയാനുള്ളത് പറയണമല്ലോ, അതുകൊണ്ടാണ് ഇവിടെ പറയുന്നത്. ഇവിടെ ഈ പറയുന്ന അമേലച്ചനും ടോണിച്ചാനും ട്രസ്റ്റിമാരായതുകൊണ്ടാണ് ഇവർക്ക് രണ്ടുപേർക്കും ഇവിടെ ഈ പറയുന്ന ചില കാര്യങ്ങൾക്ക് മറുപടി പറയേണ്ടതായിട്ട് വരുന്നത്. മലങ്കര ഓർത്തഡോക്സ് സഭയുടെ സകലമാന ഗ്രൂപ്പുകളിലും സകലമാന ആൾക്കാരും എതിർപ്പ് പ്രകടിപ്പിച്ചിട്ടുള്ളപ്പോഴും പുറത്ത് മിണ്ടാതിരുന്നിട്ടേ ഉള്ളൂ. നമ്മൾ പറയാനുള്ളത് ഇവിടെ മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. അതെന്തുകൊണ്ടാണെന്നറിയോ? ഒരു സമയത്തും സഭേനെയോ പിതാക്കന്മാരെയോ പരിശുദ്ധ കാതോലിക്ക തിരുമേനിയെ തള്ളി പറഞ്ഞിട്ടില്ല. പക്ഷെ ഇവിടെ നടക്കുന്നതെല്ലാം കറക്റ്റായിട്ടാണോ? ഒന്നുമല്ല. അത് നമുക്ക് ഇവിടെയെങ്കിലും പറയാൻ പറ്റണം. പരിശുദ്ധ ബാവാ തിരുമേനിയുടെ ഓഫീസ് മുതൽ പരാജയമാണ്. അത് നന്നാവും എന്ന് പ്രതീക്ഷിച്ചു പല കാര്യങ്ങളും നമ്മളും എല്ലാവരും എല്ലാ രീതിയിലുമൊക്കെ പറഞ്ഞിട്ടും ബാവാ തിരുമേനിയൊക്കെ ആഗ്രഹിക്കുന്നത് നെഗറ്റീവ് പബ്ലിസിറ്റി ആണോ എന്ന് പോലും എനിക്ക് സംശയമുണ്ട്. കാരണം അല്ലെന്നുണ്ടെങ്കിൽ എൽസന്റെ തന്നെ ഗ്രൂപ്പിൽ കൃത്യമായ കാര്യങ്ങൾ വിളിച്ചു പറഞ്ഞു കൊടുക്കുന്ന ആൾക്കാരെ വീണ്ടും 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 പിടിച്ച് മടിയിലിരുത്തുകയാണ്. അതൊക്കെ കാണുമ്പോൾ നമുക്ക് തന്നെ തോന്നും ഇത് നെഗറ്റീവ് പബ്ലിസിറ്റിക്കുള്ള ആഗ്രഹമാണെന്ന് തോന്നിപ്പോവും. പിന്നെ രണ്ടാമതൊരു കേസ്, ഈ സഭയുടെ നാളെ എന്ത് നടക്കാൻ പോകുന്നു എന്നുള്ളത് പറയുന്നത് എൽസനും മോൻസി സാമുവലും ഒക്കെയാണ്. അവർക്ക് കൃത്യമായിട്ട് കാര്യങ്ങൾ എത്തിച്ചു കൊടുക്കാൻ ഇവിടെ ആൾക്കാരുണ്ട്. അങ്ങനെയുള്ള ഒരു അരമന അകത്തളത്തിലിരിക്കുകയും അവർ കൊടുക്കുന്ന വിവരം വെച്ചിട്ട് അരമനക്കിട്ട് ഊട് വെക്കുകയും ചെയ്യുക. എന്നിട്ട് അതിനെ നാണോ മാനോ ഇല്ലാതെ പോയിട്ട് ന്യായീകരിക്കാൻ പോകുന്ന പരിപാടിയായിരുന്നു നമ്മുടേത്. നമ്മൾ മൗനം പാലിക്കാൻ തുടങ്ങിയാൽ തീരുന്ന കേസേ ഉള്ളൂ, നമ്മുടെ പ്രശ്നം തീരും. പക്ഷെ നമുക്കുണ്ടാകുന്ന വിഷമങ്ങൾ നമ്മൾ ഈ ക്ലോസ്ഡ് ഗ്രൂപ്പിലേലും പറയണ്ടേ. അതുകൊണ്ട് ഇവിടെ പറയുന്നെന്നുള്ളതേ ഉള്ളൂ. അമേലച്ചനും ടോണിച്ചാനും സ്ഥാനികളായതുകൊണ്ട് ചില കാര്യങ്ങൾക്കകത്ത് കേൾക്കുമ്പോൾ അമേലച്ചനും ടോണിച്ചാനൊക്കെ പ്രതികരിക്കുന്നു. ഇതിനപ്പുറത്ത് നമുക്ക് പറയാനുള്ളത് 100% ഉറപ്പാണ്. ഒരു മെത്രാപ്പോലിത്തായിക്ക് പരിശുദ്ധ കാതോലിക്ക തിരുമേനി ഒരു നിർദ്ദേശം കൊടുത്താൽ അതുപോലും അനുസരിക്കുകയല്ലാതെ മെത്രാപ്പൊലിത്താമാരുള്ള സഭയാണ്. നമ്മൾ 50 വിഷയം കാണണ്ടെന്ന് ഞാൻ ഇനിയും പറയത്തുള്ളൂ. കേട്ടല്ലോ, ഇതൊക്കെ സഭാ നേതൃത്വം അറിഞ്ഞാണോ ചെയ്യുന്നത്? സഭയ്ക്ക് വർക്കിംഗ് കമ്മിറ്റിയും മാനേജിംഗ് കമ്മിറ്റിയും ഒക്കെ ഉണ്ട്. അവർ കൂടി അറിഞ്ഞാണോ ഈ പണികൾ നടത്തുന്നത്? ഇങ്ങനെയാണെങ്കിൽ എന്തിനാ സഭയ്ക്ക് വർക്കിംഗ് കമ്മിറ്റിയും മാനേജിംഗ് കമ്മിറ്റിയും ഒക്കെ? എല്ലാം കോർ ഗ്രൂപ്പിൽ ചർച്ച ചെയ്ത് തീരുമാനിച്ചാൽ പോരെ? നിങ്ങൾ ഈ സ്ഥാനങ്ങളിൽ വരുന്നതിന് മുൻപ് വെറും സഭാവിശ്വാസികൾ മാത്രമായിരുന്നു. നിങ്ങൾക്ക് എന്ത് തറവേലയും കാണിച്ചിട്ടുമുണ്ട്. പക്ഷേ ഇപ്പോൾ അതല്ല. നിങ്ങൾ സഭയെ നയിക്കുന്നവരാണ്. നിങ്ങൾ വിശ്വാസികളുടെ മുന്നിൽ മാതൃക കാട്ടേണ്ടവരാണ്. എല്ലാ വിശ്വാസികളെയും ഒരുപോലെ കാണേണ്ടവരാണ്. ഇങ്ങനെ ഫാൻസുകാരെ വെച്ച് ഗ്രൂപ്പുണ്ടാക്കി സഭയിൽ അന്തഃഛിദ്രമുണ്ടാക്കുന്നത് സഭാപിതാക്കന്മാരും സുന്നഹദോസുമൊന്നും അറിയുന്നില്ലേ? സുന്നഹദോസിൽ പോലും എന്ത് ചർച്ച ചെയ്യണമെന്ന് തീരുമാനിക്കുന്നത് ഈ ഫാൻസുകാരാണോ? സുന്നഹദോസിൽ ചർച്ച ചെയ്യുന്ന കാര്യങ്ങൾ പോലും പലപ്പോഴും സോഷ്യൽ മീഡിയയിലൂടെ പുറത്തു വരുന്നത് ഈ ഫാൻസുകളുടെ പണിയാണ്. അവർക്ക് വിവരങ്ങൾ ചോർത്തി കൊടുക്കുന്നത് ആരാണെന്ന് വിശ്വാസികൾക്കെല്ലാം ഇപ്പോൾ മനസ്സിലായി. പരിശുദ്ധ സുന്നഹദോസിൽ പോലും സഭയുടെ കാര്യങ്ങൾ ഭയമില്ലാതെ പേടിയില്ലാതെ മെത്രാന്മാർക്ക് പറയാനൊക്കുന്നില്ല. അതൊക്കെ പോലും ഇവരുടെ കൈകളിലൂടെ പുറത്തു വരുന്നു. ദേവലോകത്ത് ഈച്ച അനങ്ങിയാൽ ഫാൻസുകാർ ഈയാമ്പാറ്റ പോലെ വട്ടമിട്ട് പറക്കും. ഒരു കണക്കിന് പറഞ്ഞാൽ ഈ ഫാൻസുകാരും സഭാസ്ഥാനികളുമാണ് സഭയ്ക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുന്നത്. സഭയുടെ പേരിൽ അടിച്ചുമാറ്റുന്നതിൽ ഒരു പങ്ക് ഫാൻസുകാർക്ക് കൊടുക്കുന്നുവെന്നാണ് വിശ്വാസികൾ അടക്കം പറയുന്നത്. ഇത് അടിയന്തരമായി നിയന്ത്രിക്കണം. പരിശുദ്ധ കാതോലിക്ക ബാവ ഇക്കാര്യത്തിൽ ശ്രദ്ധ ചെലുത്തണം. ദേവലോകത്തെ ചർച്ചകൾ പോലും മതിൽക്കെട്ടിൽ നിൽക്കാതെ മതിൽ കടന്ന് പുറത്തു വരുന്നതെങ്കിൽ അതിന് ഉത്തരവാദികൾ ആരായിരുന്നാലും ദേവലോകത്ത് കയറ്റരുത്. അച്ചടക്കം പ്രസംഗത്തിൽ മാത്രം പോരാ, പ്രവൃത്തിയിലും വേണം.